എൻ്റെ പേര് മുഹമ്മദ് യാസ്മിൻ, വളക്കട താമസം. നമ്മുടെ നാട്ടിലെ സുന്നികൾ സാധാരണഗതിയിൽ ഈ പിഞ്ഞാൺ പാത്രത്തിലൊക്കെ എഴുതിയും അതുപോലെ അതിനെ മൂടിക്കെട്ടിയും ഒക്കെ വീട്ടിന്റെ മുകളിൽ കെട്ടിത്തൂക്കാറുണ്ട്. അല്ലെങ്കിൽ ഉസ്താദ് മന്ത്രിച്ചു കൊടുത്ത തകിടുകൾ സാധാരണഗതിയിൽ കുപ്പിക്കുള്ളിലാക്കിയിട്ട് കെട്ടിത്തൂക്കിയിട്ട് അതിൽ നിന്നും ഉപകാരങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട്. എന്നാൽ വേറെ ചില ആളുകൾ പറയണത് തകിട് ഇങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് ചില ഉപദ്രവം ലഭിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോ ഇതേ ഒരേ വസ്തു തന്നെയാണ്, തകിട് തന്നെ സംഭവം. അപ്പൊ ഒന്നിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നു അല്ലെങ്കിൽ സഹായം കിട്ടുമെന്ന് വിചാരിക്കുന്ന വിശ്വസിക്കുന്ന സുന്നി അയാൾ ശിർക്കിലാണോ? അതുപോലെ തന്നെ തകിടിൽ നിന്ന് ഉപദ്രവം പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ ശിർക്കിലാണോ? അത് രണ്ടുപേരും തൗഹീദിലാണോ ശിർക്കിലാണോ വ്യക്തമാക്കുക. രണ്ടും ശിർക്കാണ്. അവിടെ രണ്ട് സ്ഥലത്തും സുന്നികൾ പ്രതീക്ഷിക്കുന്നത് അദൃശ്യമാർഗത്തിലുള്ള അഭൗതിക വഴിയിലുള്ള കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ തരത്തിലുള്ള ഗുണദോഷങ്ങളാണ്. അത് തകിട് എന്നല്ല, ഒരു നൂലായാലും സാധാരണ സിദ്ധൻ കൊടുക്കുന്ന തങ്ങൾ കൊടുക്കുന്ന നൂല് കിട്ടിയ ശിർക്കായി എന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് ശിർക്കായി? ആ നൂലിൽ നിന്ന് മറഞ്ഞ വഴിയിൽ, അദൃശ്യമായ വഴിയിൽ, അഭൗതികമായ വഴിയിൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിൽ ഗുണദോഷങ്ങൾ അവൻ പ്രതീക്ഷിക്കുന്നു. ആ വിശ്വാസമാണ് ശിർക്ക്. ആ പ്രവൃത്തിയും സ്വാഭാവികമായും ശിർക്കായി മാറും. അപ്പോൾ ഒരു പ്രവൃത്തി ശിർക്കാകുമ്പോൾ അതിന് പിന്നിലെ വിശ്വാസം ശിർക്കായി മാറും. ഇവിടെ ഏത് നിലക്കാണ്, ഏതു മാനദണ്ഡപ്രകാരമാണ്, ഏത് വ്യവസ്ഥ പ്രകാരമാണ് ഇവിടെ ഗുണദോഷമുണ്ടാകുന്നത് എന്ന് അവനറിയില്ല. ഇതിന് എന്തോ ചില പ്രത്യേക സിദ്ധികളുണ്ട്, ഈ നൂലിന് പ്രത്യേക കഴിവുണ്ട്, ഈ പിഞ്ഞാണത്തിന് പ്രത്യേകമായ കഴിവുണ്ട്, അതുകൊണ്ട് അത് ഞാൻ ശരീരത്തിൽ ബന്ധിച്ചാൽ തന്നെ, അത് കുഴിച്ചു മൂടിയാൽ തന്നെ, അത് കെട്ടിത്തൂക്കിയാൽ തന്നെ അതിൽ നിന്ന് ചില ഗുണങ്ങളും ചില ദോഷങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. ആ വിശ്വാസം തന്നെ ശിർക്കാണ്, ആ ചെയ്തിയും ശിർക്കാണ്. അടുത്ത ചോദിച്ചോളി, രണ്ടാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ കുഴിച്ചിടുന്ന വസ്തുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ് സിഹിറിന്റെ വിശ്വാസം. ഇപ്പോ സ്വഹീഹുൽ ബുഖാരിയിലെ പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹിർ ബാധിച്ചു എന്ന ഹദീസ് എടുക്കുമ്പോഴും സാധാരണഗതിയിൽ അത് എടുക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ പറയുന്നത് ഇപ്പോൾ മൗലവി പറഞ്ഞു തന്നെയാണ് പറയുന്നത്. അതായത് ഒരു അബോധികമായ രീതിയിൽ അല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്ത് നമ്മൾ കേൾക്കാത്ത കാണാത്ത ഏതോ ഒരു സ്ഥലത്ത് ആരോ കുഴിച്ചിട്ട തകിടിൽ നിന്നും നമുക്കതാ ചില ഉപദ്രവങ്ങൾ സംഭവിക്കുന്നു വിശ്വാസം. അപ്പോൾ മൗലവി പറഞ്ഞത് അൽഹംദുലില്ലാ ഇപ്പോൾ ശരിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. അബോധികമായ രീതിയിൽ പ്രത്യേകിച്ചും സിഹറായിരുന്നാലും ഇങ്ങനെ കെട്ടിത്തൂക്കുന്ന വസ്തുവിൽ നിന്നുള്ള ഉപകാരം പ്രതീക്ഷിച്ചാലും കുഴിച്ചിടുന്ന മുടിയിൽ നിന്ന് ഉപദ്രവം പ്രതീക്ഷിച്ചാലും ശിർക്കാണെന്ന് മൗലവി പറഞ്ഞു. അൽഹംദുലില്ലാ ശരിയാണ്. അപ്പോ ഈ സ്വഹീഹുൽ ബുഖാരിയിലെ ആ ഹദീസിനെ സംബന്ധിച്ച് എന്താണെന്ന് പറയുക. ആ ഹദീസ് താങ്കൾ അത് ശിർക്കാണോ അല്ലയോ? ആ ഹദീസ് താങ്കൾ നേരെ കണ്ടിട്ടുണ്ടോ? നേരെ സ്വഹീഹുൽ ബുഖാരിയിൽ ആ ഹദീസ് കണ്ടിട്ടുണ്ടോ? സ്വഹീഹുൽ ബുഖാരിയിൽ താങ്കൾ ആ ഹദീസ് കണ്ടിട്ടുണ്ടോ? ഇല്ല, സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഞാൻ ആ ഹദീസ് കണ്ടിട്ടില്ല. എവിടെങ്കിലും ആ ഹദീസ് വായിച്ചിട്ടുണ്ടോ? മറിച്ച് ഞാനത് വായിച്ചിട്ടുണ്ട്. എവിടെ വായിച്ചത്? മലയാളത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയും. ഉദാഹരണം, ഒരിക്കൽ സലഫി സെന്ററിൽ തന്നെ വിതരണം ചെയ്ത ഒരു പുസ്തകമുണ്ട്, ജിന്ന് ഷെയ്ത്താൻ എന്ന് പറഞ്ഞിട്ട്. ഒരു പച്ച കളറിലെ ബൈൻഡ് ഉള്ളതാണ്. എഴുതിയ ആളിന്റെ പേര് അഷറഫ് മൗലവിയോ എന്തോ ഒരു മൗലവിയാണ്. അദ്ദേഹം അതിന്റെ അവസാന പേജിൽ ബുഖാരിയുടെ ആ പരിഭാഷ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ സിഹിറിനെ സംബന്ധിച്ച് പറയുന്നത് കുഴിച്ചിട്ട്. അപ്പൊ ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് അല്ലെ? സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, സ്വീകരിക്കൂല എന്നാണല്ലോ താങ്കൾ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ശിർക്കാണെങ്കിലും സ്വീകരിക്കാം. കാരണം മൗലവി നേരത്തെ പറഞ്ഞല്ലോ അത് ശിർക്കാണ്, സ്വീകരിക്കാം. ശിർക്കാണെങ്കിൽ സ്വീകരിക്കാം എന്നാണ് മൗലവി പറയുന്നത്. ശിർക്കാണെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ ശിർക്കാണെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല, അതെ ശരിയാണ്. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത് അതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ താങ്കൾ സ്വീകരിക്കാൻ പ്രയാസവും ഇല്ല. ഇവിടെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഹദീസിലാകുമ്പോൾ നമുക്ക് തൽക്കാലം എന്തെങ്കിലും ന്യായം പറയാം, ഖുർആനിലാകുമ്പോൾ അത് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ തന്നെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയുന്നു. വയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. സിഹിർ മുഖേന അവർ പഠിക്കുന്നത്, അതിലൂടെ ഒരു മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്ന കാര്യം ഇതിലൂടെ അവർ പഠിച്ചെടുക്കുന്നു. എന്നാൽ വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്,
അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു ഉപദ്രവം ചെയ്യാൻ അവർക്കൊട്ട് സാധിക്കുകയുമില്ല. അപ്പൊ പഠിച്ചെടുക്കുന്ന കാര്യം എന്താണ്? ഒരു മനുഷ്യനെയും അയാളുടെ ഇണയെയും തമ്മിൽ വേർപിരിക്കുന്ന കാര്യം പഠിക്കുന്നു. സൂറത്ത് ബഖറയിൽ 102 ആയത്താണ് ഇത്. അപ്പൊ ഈ ആയത്ത് ഈ ഒരു മാനദണ്ഡ പ്രകാരം അതും സ്വീകരിക്കാൻ പ്രയാസം ഉണ്ടാവണ്ടേ? മൈക്കൊന്ന് കൊടുത്താണ് പറയട്ടെ. അപ്പോ മൗലവി നേരത്തെ പറഞ്ഞത് മൗലവി അല്ല, ഈ ആയത്താണ്. ഉസ്താദ് നേരത്തെ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സുഹൃത്തെ, ഞാൻ പറഞ്ഞത് ഈ ആയത്ത് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ എന്താണ്, ഇപ്പൊ പറഞ്ഞ എന്താണ്, ബുഖാരി എന്താണ്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനു മുമ്പ് ഈ ആയത്തിലും ഇതേ പ്രശ്നം ഉണ്ടല്ലോ. ഇല്ല, കാരണം ഈ ആയത്തില് ഈ പഠിക്കുന്ന തന്ത്രത്തിൽ ഒരു ഫലവും ഇല്ലെന്ന ആയത്തിൽ തന്നെ പറയുന്നില്ല. അല്ല, അതിനൊരു പ്രയോജനവും. ഒരു മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്നത് അവർ ഇതിലൂടെ പഠിക്കുന്നു എന്നാണല്ലോ. അപ്പൊ വേർപിരിക്കാൻ പറ്റുന്നാണല്ലോ. സിഹിറിലൂടെ ഒരാളുടെയും അയാളുടെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ കഴിയും എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അല്ല, അതിൽ പറയുന്നുണ്ടല്ലോ അതിൽ യാതൊരു പ്രയോജനവുമില്ല, ഇവര് ചെയ്യുന്ന പരിപാടിയിൽ ഒരു പ്രയോജനമില്ല, അതൊക്കെ അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണെന്നാ പറയുന്നത്. പക്ഷെ നേരത്തെ ഉസ്താദ് പറഞ്ഞത് അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞുതരാം. ഇത് മുഴുവനാക്കിയ മറ്റു പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതാണ് മുഴുവനായ മറ്റു നിങ്ങൾ പറയും, എനിക്ക് അത് മനസ്സിലായി എന്ന് പറയും. അതുകൊണ്ടാണ് ഇതിർത്തത്. ഇവിടെ ഒരു ഉപകാരവും ഉണ്ടാവില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല, ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ഉപദ്രവം ഉണ്ട് എന്നാ പറഞ്ഞത്. എന്താണ് ആ ഉപദ്രവം? ഒരു മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്ന കാര്യം സിഹറിലൂടെ അവർ പഠിക്കുന്നു. وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر. എന്നിട്ടാണ് പറഞ്ഞത് ويتعلمون منهما ما يفرقون به بين المرء وزوجه. ഒരു മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്ന കാര്യം അവർ പഠിച്ചെടുക്കുന്നു. അപ്പൊ സിഹിർ വഴി അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇനി അത് സംഭവിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവോ? ആകൂല. സിഹിറിലൂടെ ഒരു മനുഷ്യന്റെയും അയാളുടെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്ന കാര്യം നടക്കും എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. എന്തുകൊണ്ട്? അത് റബ്ബിന്റെ ഇതിനിന്റെ ഭാഗമായി തന്നെയാണ്. അതാണ് വമാഹും ബിളാദീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ അവർക്കും പ്രവർത്തിക്കാൻ കഴിയൂല. അപ്പൊ റബ്ബ് അവർക്ക് കൊടുത്ത അനുവാദമുള്ള ഒരു ഏരിയ ഉണ്ട്. സിഹിറിൽ സാഹിർ ഉപയോഗിക്കുന്ന ശൈത്വാൻ, ആ ശൈത്വാനിന് അള്ളാഹു അനുവദിച്ചു കൊടുത്ത ഒരു ഇതിനുണ്ട്. അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത ഒരു പ്രകൃതമുണ്ട്. അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവൻ ചില ളുറുകൾ, അതാണ് വമാഹും ബിളാദീന ബിഹി, അവൻ ഒരു ളുറും ചെയ്യില്ല, ഒരു ഉപദ്രവവും ചെയ്യില്ല ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാന്റെ അനുമതി പ്രകാരമല്ലാതെ. അപ്പൊ അള്ളാഹ് കൊടുത്ത അനുമതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, ഏതുപോലെ എനിക്കിപ്പോൾ താങ്കളെ വല്ലതും ചെയ്യണമെങ്കിൽ അള്ളാന്റെ അനുവാദം വേണം എന്ന് പറഞ്ഞാൽ ഞാൻ കത്തിയുമായി കുത്താമെന്ന താങ്കൾ അവിടെ നിൽക്കൂല. അത് കുത്തിക്കോട്ടെ, അള്ളാന്റെ അനുമതി ഉണ്ടെങ്കിലേ ഇത് തട്ടുള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കൂല. കാരണം എന്താ? അള്ളാന്റെ അനുമതി എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഇവിടെ തന്നു വെച്ച സിസ്റ്റമാണ്, അള്ളാഹ് ഇവിടെ വ്യവസ്ഥാപിച്ച വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ടേ എനിക്ക് താങ്കൾ ഉപദ്രവിക്കാൻ കഴിയൂ. ഞാൻ ഇവിടെ നിന്നിട്ട് താങ്കൾ അങ്ങ് നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ താങ്കൾ നശിക്കൂല. എന്നാൽ എന്റെ വ്യവസ്ഥ പ്രകാരം താങ്കൾ നശിപ്പിക്കാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ പണികൾ എനിക്ക് എന്ത് ചെയ്യാം, അതിന് ഉപയോഗപ്പെടുത്താം. ഞാൻ കുറ്റക്കാരനായി മാറും, അത് വേറെ വിഷയം. എന്ന പോലെ പിശാചും അവൻ ഉദ്ദേശിക്കുന്ന ഏത് പണിയും എങ്ങനെയും ചെയ്യാൻ അവന് കഴിയില്ല. പിന്നെ എന്തേ കഴിയുള്ളൂ? അള്ളാഹു പിശാചുക്കൾക്ക് നിശ്ചയിച്ചു കൊടുത്ത ഒരു മേഖലയുണ്ട്, അള്ളാഹു പിശാചുകൾക്ക് അനുവദിച്ചു കൊടുത്ത ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി ഓൻ ചെയ്യും. അത് ആർക്ക് വേണ്ടി ചെയ്യും, എന്തിനു വേണ്ടി ചെയ്യും? ഇനി ഒന്നാമത്തെ മറുപടി ഞാൻ പറഞ്ഞുതരാം. എന്തിനു വേണ്ടി ചെയ്യും? ഇപ്പൊ കുഴിച്ചിട്ടാൽ അതുകൊണ്ട് ദോഷങ്ങളോ ഗുണങ്ങളോ ഉണ്ടാകുമെന്ന് സമുദായത്തിൽ വിശ്വസിക്കുന്നു. അവിടെ രണ്ടു തരം വിശ്വാസമുണ്ട്. ഒന്ന്, ആ തകിടിൽ നിന്ന്, ആ കുപ്പയിൽ നിന്ന്, ആ എഴുത്തിൽ നിന്ന് എന്തോ ഗുണദോഷങ്ങൾ ഭയക്കുന്നു
പ്രതീക്ഷിക്കുന്നു. അവിടെ അത് ശിർക്കാണ്. എന്നാൽ സാഹിർ സിഹിർ ചെയ്യുമ്പോൾ അവൻ പിശാചിനെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ പിശാചിനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ രക്ഷാമന്ത്രങ്ങളും അതേപോലെ ഹോമങ്ങളും ജപങ്ങളും ശിർക്കായ പ്രാർത്ഥനകളും എല്ലാമാണ് ഇതിൽ അവൻ എഴുതി വെക്കുന്നത്. പിശാചിനുള്ള ചില കോഡ് ഭാഷയാണ് അവൻ ഉപയോഗിക്കുന്നത്. പിശാചിനെ പ്രീതിപ്പെടുത്താനുള്ള പണിയാണ് അവൻ ചെയ്യുന്നത്. ഇതവൻ ചെയ്യുമ്പോൾ പിശാചിന് ബോധ്യമായി ഈ മനുഷ്യൻ നരകത്തിലേക്ക് പോയാൽ റെഡിയാണ്, ഇവൻ എന്നെ പൂജിക്കാൻ തയ്യാറാണ്, ഇവൻ എന്നെ പ്രീതിപ്പെടുത്താൻ തയ്യാറാണ്. അതുകൊണ്ട് ഇവന് വല്ല സഹായം ചെയ്തു കൊടുത്താൽ ഇവനെ വെച്ച് എനിക്ക് ഈ നാട്ടുകാരെ കംപ്ലീറ്റ് ശിർക്കിൽ അകപ്പെടുത്താം, ഇവന് അപ്രമാദിത്വം ഉണ്ടാക്കാം, ഇവനെ സിദ്ധനായി വേഷം കെട്ടിക്കാം, ഇവൻ മരിച്ചാൽ ഇവന്റെ ഖബർ ജാറമാക്കി മാറ്റാം, നൂറ്റാണ്ടുകളോളം ഈ നാട്ടിൽ ശിർക്ക് എനിക്ക് സ്ഥാപിക്കാൻ കഴിയും, ഒരുപാട് മനുഷ്യന്മാർ നരകത്തേക്ക് എത്തിക്കാൻ കഴിയും എന്ന് ശൈത്താന് ബോധ്യമാകും. ആ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്ന ചില പണികളാണ് ഈ തകിടും ഈ എഴുത്തും ഈ ഉറുക്കും ഈ നൂലും ഏലസും മന്ത്രങ്ങളും ഒക്കെ. ഇതുവഴി പിശാചിന് ബോധ്യമായി ഇവനെ സഹായിച്ചാൽ എന്റെ ലക്ഷ്യം എന്താ? ആളുകൾ നരകത്ത് കൊണ്ടുപോവുക. അതിന് പറ്റിയ നല്ലൊരു ഏജന്റാക്കി ഇവനെ മാറ്റാം. അപ്പൊ ആ ഏജന്റിന് അവനെ കൊണ്ട് ചെയ്യുന്ന പണി അള്ളാന്റെ അനുമതിയിൽ നിന്നുകൊണ്ട് അള്ളാഹ് വെച്ച വ്യവസ്ഥയിൽ ഒതുങ്ങിക്കൊണ്ട് അള്ളാഹു അനുവദിച്ചു കൊടുത്ത സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവന് എന്താണോ ചെയ്യാൻ കഴിയുക അതവൻ ചെയ്തു കൊടുക്കും. അത് വിശ്വസിക്കൽ ശിർക്കല്ല, അത് വിശ്വസിക്കൽ ശിർക്കല്ല. അതാണ് സിഹിറിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ലാത്തത്. അത് ബോധ്യമായി കഴിഞ്ഞാൽ സ്വഹീഹ് ബുഖാരിയിലെ ഹദീസിനും കുഴപ്പമില്ല, സൂറത്തുൽ ബഖറയിലെ ആയത്തിനും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഹദീസിന് മാത്രമല്ല ആയത്തിനും കുഴപ്പമുള്ളതായി മാറും. കാരണം ആ ആയത്തും എന്തെന്നെയാണ്? അപ്പൊ ശിർക്കായ സംഗതി തന്നെയാണ്, തൗഹീദിനെതിരാണ്. എന്നാൽ ഇപ്പൊ ഖുർആൻ ഹദീസ് മാത്രമല്ല ഖുർആനും നമുക്കൊന്ന് ആലോചിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയേണ്ടി വരും.